ഹായ് നമ്മള് കായക്കൊലാട്ടാ. ഇതാണ് നമ്മുടെ കായക്കൊല. ഓണം വന്നത്. അതെ, നമുക്കിത് വറക്കാനും ശർക്കര ഉപ്പേരി വറക്കാനും പഴുപ്പിക്കാനും കൂടിയുള്ളതാട്ടാ. ഒരുപോലെ മേടിച്ചോളൂ. അപ്പോൾ അത് നമുക്കിതൊന്ന് പൊളിച്ച് കുറച്ചെടുത്തിട്ട് നമുക്ക് വറക്കണം. അപ്പോൾ നമുക്ക് അത് പണിയിലേക്ക് പോവാട്ടാ, അല്ലേ? അതെ, കുറച്ച് വെള്ളം എടുത്തിട്ടാ. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കാൻ. മഞ്ഞപ്പൊടി മുറിച്ചെടുക്കല്ലേ? ഇതേണ്ട ചെത്തെടുത്തു ഞാൻ പരിപാടി. പേപ്പർ എന്തിനാ? ഇതാറ്റം പൊളിച്ചോണ്ടിരിക്കാണ്. അല്ലെങ്കിൽ കിട്ടോ ഇതണ്ട എല്ലാം പൊളിച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ ഇത് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് അത് അരിയണം. അത് അരിയണത് കാണിക്കാം നമുക്ക് കേട്ടോ. അതെടുത്ത് ഇതിൽ വെള്ളം പോലെ വെച്ചിട്ടായിരുന്നു. നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. അരിഞ്ഞെടുക്കാം. വെച്ചാനൊന്നുമില്ല നാളെ. അപ്പോൾ ഇങ്ങനെ ഒരു കഷം മാറ്റിയേക്കാം. ഒരേ ലെവലിൽ അരിഞ്ഞെടുക്കാം. ഇവിടെ ഇങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ വയ്ക്കാറാ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിനവിടെ മുറുക്കും. ഞാനിവിടെ ഇങ്ങനെ വയ്ക്കും. ഏറ്റവും വരെ വയ്ക്കണം. എന്നിട്ട് ഇത് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് വറക്കാം. വെള്ളം വാർന്നതിൻ്റെ ശേഷം ഉണങ്ങല്ല. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. ഉദ്ദേശിച്ചത് മനസ്സിലായി. അല്ലാതെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കാണിക്കാം. എന്താ പണി? പരത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വലിയാനായിട്ടൊന്ന് ഇങ്ങനെ നിരത്തിയിടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. അതാ അപ്പോൾ കായ നേരിട്ടിട്ട് നമ്മൾ കടയിലൊക്കെ ഇങ്ങനെ അരിഞ്ഞിടാണ്, ചാനലുകൊണ്ട് അരിഞ്ഞിട്ടാണ്. നമ്മളിത് പണ്ട് പോലെ അങ്ങനെ ചെയ്യണത് തന്നെ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മൾ മറ്റേ ഉപ്പേരി മാത്രമേ ഉള്ളൂ. ശർക്കര വരട്ടി ഇനി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് നമുക്ക് കാണിക്കാം അല്ലേ. ഇപ്പം നമ്മൾ ഓണത്തിൻ്റെ കായ വറക്കാൻ പോവാണ് കേട്ടോ. അരിഞ്ഞ് കൂട്ടം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും കൂട്ടനും കൂടി. അപ്പം നമ്മളിനി ഇത് വറുത്തെടുക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വലിയല്ലേ. അതെ, പിന്നെ വെളിച്ചെണ്ണയിൽ വറുത്താലും തണുത്ത് പോകുള്ളൂ. ഒരു നോട്ടി പിടിച്ചിരിക്കണ്ടേ. തോണമാണ് കട്ടകല്ലേ. ഗ്യാസ് തളിച്ചു വേണ്ട. ഇങ്ങനെ ഇപ്പൊ ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കാൻ പാടില്ല. അതായത് അല്ലെങ്കിൽ ഉടഞ്ഞ് കൊടുക്കായ പച്ചക്കായ ഇളക്കാൻ പാടില്ല. ഇതിൽ കിടന്നൊന്ന് ഉറച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും.
അപ്പൊ നമ്മൾ ആദ്യം ഗ്യാസിന് വെച്ചേട്ടാ, ഗ്യാസ് കഴിഞ്ഞു. അപ്പൊ നേരെ അടുപ്പിച്ച് വന്നു നമ്മള്. അതെ. നമ്മുടെ കായത് അടിപൊളിയായിട്ട് മൂത്തുണ്ട് കേട്ടാ, മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ. ചിലക്കിനുണ്ട, ചിലച്ചിട്ടുണ്ടെങ്കിൽ നന്നായി മൊരിഞ്ഞ് നടത്താം കേട്ടാ. ഈ പരിവാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഉപ്പ് തെളിക്കാം. ഈ പൊട്ടല് തീരുമ്പോഴാണ് നമുക്ക് കോരാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളം അതിന് കൂടി വെള്ളം ഉണ്ടാവും. പൊട്ടലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പൊടിണ്ടാവുന്ന കാണാം. പിന്നെ പോരാ പോയി. ഇങ്ങനെ നമ്മള് എല്ലാ ട്രിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കാണിക്കാട്ടാ. ഇത് നമ്മുടെ കായവറുത്തൊക്കെ സെറ്റ് ചെയ്തിട്ടാ. അങ്ങനെയുണ്ട്, സൂപ്പറായിട്ടില്ലേ? ഇപ്പോൾ ഇക്കൊല്ലത്തെ ഓണം വറവാണ് കേട്ടാ. നമ്മുടെ ശർക്കര വരട്ടി ഇനി ഉണ്ടാക്കണം, വേറെ ഉണ്ടാക്കണം. ഇതിപ്പോൾ ഉപ്പേരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ പൊട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.